ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സൗത്ത് ഗോഡ്. പിന്നെ ഗൈസ്, നമ്മളെ വീടുണ്ടാക്കുന്ന ലാസ്റ്റ് എപ്പിസോഡിൽ പിന്നെ ഞാൻ ഓഫ്ലൈനിൽ കുറച്ച് വീടിൻ്റെ ഇൻറ്റീരിയറൊക്കെ ബിൽഡ് ചെയ്തു. പിന്നെ ഒരു ചെറിയ ഫാം ബിൽഡ് ചെയ്തു. അത് അവിടെ കോബിൾ സ്റ്റോൺ ജനറേറ്ററും ബിൽഡ് ചെയ്തു. ഇതാണ് എൻ്റെ ചെറിയൊരു ഗൈസ്. ഞാൻ കുറേ ദിവസം മൈനിങ്ങിന് പോയിരുന്നു. അതിൻ്റെ ഇതാണ് ഗൈസ് എൻ്റെ വീടിൻ്റെ ചെറിയൊരു ഇൻറ്റീരിയർ പാർട്ട്. എൻ്റെ ഫുഡൊക്കെ തീർന്നപ്പോൾ ഞാൻ കുറേ ഫാമിങ്ങൊക്കെ ചെയ്തു. ഇതൊക്കെ കാലിയാണ് കേസ്. ഞാൻ ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ, ബാക്കിയൊന്നും ചെയ്തിട്ടൊന്നുമില്ല, ഒന്നിലൊന്നും വെച്ചിട്ടില്ല. അപ്പം എനിക്ക് മേലേന്ന് സാധനങ്ങളൊക്കെ ഇനി താഴോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യണം. പിന്നെ എൻ്റെ ഇന്നത്തെ പ്ലാൻ എന്താ, ഇത് ഞാൻ ഈ കോർപ്പറേഷൻ ഞാൻ അവിടെ നിന്ന് ജനറേറ്റ് ചെയ്തുണ്ടാക്കിയത്. ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ XP ഫാം ഇല്ലേ ഗൈസ്, അതുണ്ടാക്കാനുള്ള ഒരു റിസോഴ്സ് കളക്ഷൻ. പിന്നെ ചിലപ്പോൾ ഇന്ന് ഉണ്ടാക്കും XP ഫാം. കാരണം നമ്മൾ ആർമറൊക്കെ എൻചാൻറ്റ് ചെയ്യണ്ടേ. പിന്നെ നിങ്ങൾ വിചാരിക്കണ്ടോ എൻ്റെ അടുത്ത് ഡയമണ്ട് ആർമറില്ല, അപ്പം ഞാൻ എന്തിനാണ് അപ്പോൾ ഇനി എൻ്റെ XP ഫാം ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇനിയിപ്പോൾ ഇതൊക്കെ ഞാൻ താഴോട്ട് കൊണ്ടുപോകണം. ഞാൻ ഡയമണ്ട് ആർമർ ഉണ്ടാക്കിയിട്ട് എന്തിനാണ് ചെയ്തതെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ ഡയമണ്ട് ആർമർ സപ്പോസ് ബ്രേക്കായി പൊട്ടിപ്പോയാൽ നമ്മൾക്ക് വലിയൊരു ലോസ് ആയില്ലേ അത്. സോ അതിനാണ് ഞാൻ അയൺ ആർമർ ഉണ്ടാക്കിയത്. നമ്മൾ കുറച്ച് പവർഫുള്ളൊക്കെ ആയിട്ട് ഞാൻ പിന്നെ ഡയമണ്ട് ആർമറൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും എൻ്റെ അയൺ ആർമർ എക്യൂപ്പ് ചെയ്തിട്ട് ഇത് ഇവിടെ കാണിക്കാൻ വേണ്ടി വെച്ചതാണ്. എക്യൂപ്പ് ചെയ്യാം. എനിക്ക് ഞാൻ ഡയമണ്ട് ആർമർ ഇവിടെ വെക്കും. എൻ്റെ ഇത് എക്യൂപ്പ് ചെയ്തിട്ട് ഞങ്ങളുടെ ഡയമണ്ട് ആർമറൊക്കെ ഇവിടെ വെക്കാം. ഓക്കെ അല്ല, ഒന്നേ ഉള്ളൂ, അതിവിടെ വെക്കാം. എനിക്കെൻ്റെ ഡയമണ്ട് ആർമർ ഇവിടെ വെക്കട്ടെ. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ കൊണ്ടുവയ്ക്കുന്നു. നമ്മൾ വേഗം മേലെ പോകണം. ഞാൻ എല്ലാം ഇങ്ങോട്ടേക്ക് ഒത്തിരിക്കും. എൻ്റെ ചെസ്റ്റ് കൊണ്ടുവരുന്നില്ല, ചെസ്റ്റിൽ ഐറ്റംസ് ഒക്കെ കൊണ്ടുവരാം. നമ്മളെ ഡയമണ്ട് പിക്കാക്സ്. നമ്മളെ അടുത്ത് ഇപ്പോഴും 14 ഡയമണ്ട്സ് ബാക്കിയുണ്ട്. അതിൻ്റെ ഞാൻ ടൂൾസ് ഉണ്ടാക്കും ആദ്യം തന്നെ. ഓക്കെ, ഞാൻ എല്ലാ സാധനങ്ങളും എൻ്റെ ഇതിലാക്കി. നമുക്ക് എൻ്റെ ബെഡ്റൂമിലെ ജസ്റ്റ് കൊണ്ടുപോയി വെക്കാതെ. ഇതൊക്കെ എൻ്റെ ബെഡ്റൂം ചെസ്റ്റ്. ഇതാണ് എൻ്റെ ബെഡ്റൂം ചെസ്റ്റ്. എൻ്റെ ഫുഡ് ഉണ്ടായിരുന്നു. ഞാൻ ഈ ഫുഡ് എടുത്ത് ഇതെനിക്ക് വേണോ? ഓക്കെ, അപ്പോൾ ഞാൻ ട്രാൻസ്പോർട്ടിനൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ നോക്കട്ടെ. സ്റ്റെയർസ് ലൈക്ക് ഇത് യൂസ് ചെയ്യുന്നില്ല, ഞാൻ വെള്ളം ഒഴിച്ച് പോകും, കുറച്ചും കൂടി വേഗം എത്തും. ഇവിടെ ഒക്കെ മഞ്ഞ് കാരണം ഇങ്ങനെയായിപ്പോയി. ഞാൻ ഒരു ലാസ്റ്റ് റീച്ചൊക്കെ ഇതിലുണ്ടാവില്ല. ഓ, കോൾഡ്രോങ് ഇതിലുണ്ട്, ഇതുണ്ടായിരുന്നത്. കോൾഡ്രോങ് എടുക്കട്ടെ. ഓക്കെ, ബാക്കിയെല്ലാം സെറ്റാണ്. ഇതിന് കൊണ്ടുപോകണം. ഇത് കൊണ്ടുപോകാൻ പറ്റൂല, ബുക്സ് പൊട്ടിങ്ങനെ നമുക്ക് സിൽക്ക് ടച്ച് ആണ്. എനിക്ക് ആവില്ല ഇനി പിന്നെ ഉണ്ടാക്കാൻ. നോക്കട്ടെ, ഇതിൽ സിൽക്ക് ടച്ച് കിട്ടിയാൽ കിട്ടി. എഫിഷ്യൻസി ഫോർച്യൂൺ ഇതെങ്ങനെ ചെയ്താലും കേട്ടോ. ഞാൻ ട്രൈ ചെയ്ത് നോക്കാം.
അഥവാ ഇത് കിട്ടിക്കഴിഞ്ഞാൽ സിൽക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആക്സിലാണ് വേണ്ട. ഞാൻ ആക്സില ട്രൈ ചെയ്യുന്നത് നോക്കട്ടെ. സിൽക്ക് ടച്ച് വന്നാൽ സ്മൈറ്റ് എഫിഷ്യൻസി ഇങ്ങനെ കുറേ ആക്സ് ഉണ്ടാക്കേണ്ടി വരും ഇനി. കാരണം ഈ ആക്സിൽ നമ്മൾ എന്ത് കഷ്ടപ്പെട്ടാലും ഇതേ എൻജോയ്മെൻ്റ് കിട്ടും എന്ത് ചെയ്താലും. ഫ്യൂസ് 16 ഉണ്ട്. നമുക്ക് പറ്റുന്ന അത്രയും ആക്ഷൻ എടുക്കാം. 6 ആക്ഷൻ ഉണ്ടാക്കാം. ഓക്കെ, ബാക്കി 4 4 ഇനി ഇതൊക്കെ ഒന്ന് വെച്ച് നോക്കിയിട്ട് സ്മൈറ്റ് എഫിഷ്യൻസി ഫോർച്യൂൺ എല്ലാത്തിലും സ്മൈറ്റ് എഫിഷ്യൻസി ഫോർച്യൂണാ. ഷിറ്റ് ഗൈസ്, നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂല. വാട്ട് ക്യാൻ വി ഡു ഫോർ സിൽക്ക് ടച്ച്? ഇവിടെ ലൈബ്രറിയൻ ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാമായിരുന്നു. ലൈബ്രറി ഉണ്ടോ? നമുക്ക് താഴെ പോയിട്ട് നോക്കണം. ഇവിടെ ലൈബ്രറി ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പണി ഈസി. പ്ലീസ് പ്ലീസ് ലൈബ്രറിയൻ്റെ വീട് ഇത് ലൈബ്രറിയനാണോ? പ്ലീസ് ചെയ്തായിട്ട് ഇത് ലൈബ്രറിയൻ്റെ ആണ്. കാരണം ഇവിടെ എതിരായിട്ട് നോക്കിയിട്ടില്ല. പ്ലീസ് 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 നോ ഗൈസ്, ലൈബ്രറിയൻ അല്ല. നമ്മളെ വില്ലേജിൽ ലൈബ്രറിയൻ ഇല്ലേ? ഓ നോ ഡാം. നമുക്ക് ലൈബ്രറിയൻ ഉണ്ടാക്കേണ്ടി വരും. ലാക്റ്റിൻ്റെ റെസിപ്പി എനിക്കറിയില്ല. നമ്മൾ നോക്കട്ടെ ലാക്റ്റിൻ്റെ റെസിപ്പി. എൻ്റെ പുതിയ വീട്ടിലുള്ള നോക്കാം. ഇത് വേസ്റ്റ് ചെയ്യുന്നത് എന്തായാലും ഒരു വെറുതെ ഉള്ള വില്ലേജർ നമ്മൾ കണ്ടും പിടിക്കണം. പിന്നെ ലക്ടൻ്റെ സ്പെല്ലിങ് ലെഫ്റ്റ് ഉണ്ടാക്കാൻ എന്തൊക്കെയാണോ എന്തോ നമുക്ക് വേണ്ടി വരും. ക്രാഫ്റ്റിംഗ് ടേബിൾ ഇല്ല ഇവിടെ ഉണ്ടല്ലോ, ഞാൻ വെച്ചിരുന്നു. അല്ല അതെ കമ്പോസ്റ്റർ അല്ല. 3 ഇതും ഒരു ബുക്ക് ഷെൽഫ് എങ്ങനെ ഉണ്ടാക്കും അതും പറഞ്ഞു. എന്തോ ബുക്ക് വെച്ചിട്ട് അതിൻ്റെ ചുറ്റും എന്തോ വെക്കാനാണ്. എന്താ ബുക്ക് ഷെൽഫ് ഉണ്ടോ? 3 ബുക്കാണ്. അപ്പം നമ്മൾ 3 നമ്മൾക്ക് ലെതർ വേണം. അത്ര ഉള്ളൂ. ലെതർ ഉണ്ട്. യെസ്, പേപ്പർ വേണം. അത്ര പേപ്പർ ഇല്ലെങ്കിൽ ഷുഗർ കെയിൻ ഫാം ഉണ്ടോ? നോ ഗൈസ്, ഇനിയിപ്പോൾ ഞാൻ പേപ്പർ കളക്ട് വേണ്ടി കിട്ടണം. നോക്കട്ടെ. ഞാനിനിപ്പോൾ കുറച്ച് ഷുഗറൊക്കെ കണ്ടുപിടിച്ചിട്ട് നിങ്ങളെ കാണാം ഗൈസ്. കുറേ ടൈം എടുക്കും. ഓക്കെ ഗൈസ്, ഞാനിവിടെ ഐലാൻഡിൽ കുറച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് ഇവിടെ തന്നെ ഷുഗർ കെയിൻ കിട്ടി. ഓ ഗൈസ്, എന്ത് വലുതാ! 6 ബ്ലോക്ക് ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. 1 2 3 4 ബ്ലോക്ക് ആയിട്ടില്ല. അപ്പോൾ വേണ്ടത്ര എന്തായാലും ഉണ്ട്. 3 നമുക്ക് വേണം. നമുക്ക് ബാക്കി ഫാമിങ്ങിന് യൂസ് ചെയ്യാം. ലക്കി ഗൈസ്, ലക്കി ഐ എം സോ ലക്കി. കുറച്ച് സാൻഡ് കളക്ട് ചെയ്യുന്നു. ഞാൻ വീടിനൊക്കെ സാൻഡ് കളക്ട് ചെയ്യാൻ പോയപ്പോൾ എൻ്റെ ഡെത്ത് ചെയ്തു ഇവിടെ. അപ്പോൾ ഈ പ്രശ്നം ഫുള്ളി കെയർഫുള്ളായി നടക്കണം. 3 സാൻഡ് മതിയാവും. ഞാൻ അവിടെ കവർ ചെയ്തുകൊണ്ട് രക്ഷപ്പെട്ടു. ഇവിടേക്ക് പെട്ടെന്ന് ഷുഗർ കെയിൻ ഫാം.
വന്നു. അപ്പോൾ 4 എനിക്ക് 3 വേണം. ഓക്കെ, അപ്പം നമുക്ക് പക്ഷെ 3 ബുക്കാണ്, നമുക്ക് ഒരു ബുക്കാ കിട്ടും. ഷിറ്റ് ഗൈസ്, ദാറ്റ് ഇസ് എ ട്രബിൾ. കൊണ്ടാകാൻ പോരെ? ഓ, പേപ്പർ വേണ്ട. 3 പേപ്പറാണോ? ഒന്നിലൊരു പേപ്പർ കിട്ടും. ഓ, 3 പേപ്പർ കിട്ടും. സമാധാനം. ഇത്ര ബുക്ക് കിട്ടുമ്പോൾ ഒരു ബുക്ക് വെച്ച് ഒറ്റമേ കിട്ടും. ലെതർ എൻ്റെ ബെഡ്റൂമിലെ ഒരു ചെസ്റ്റിലുണ്ട്. എനിക്ക് ഓർമ്മ ലെതർ ഉണ്ടായിരുന്നു കൊണ്ട് ഒറ്റെണ്ണം ഉണ്ട്. യെസ്, സമാധാനം. കമോൺ ഗൈസ്, പ്ലീസ് ഒറ്റൊന്ന് പോരാ എനിക്ക്. പിന്നെ 2 കൂടിയാണ്. ഞാൻ മേലെ പോയി പൊട്ടിച്ചാലൊന്ന് എനിക്കിപ്പോൾ അതാ വഴിയുള്ളൂ. ഞാൻ പൊട്ടിക്കാൻ പോവാ. നമുക്ക് അറ്റത്തൊന്ന് പൊട്ടിച്ചാൽ, അറ്റത്ത് ആവശ്യമില്ലാത്ത, അറ്റത്ത് അത്ര യൂസില്ല, ആവശ്യമില്ല ഉണ്ട്, പക്ഷെ അധികം യൂസില്ല. ഞാൻ അറ്റത്താണ് പൊട്ടിച്ചാൽ, അറ്റത്താണ് പൊട്ടിക്കുന്നത്. അയ്യോ, അറ്റത്തില്ലേ. ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് ആണ് പൊട്ടിക്കേണ്ടി വരുമല്ലോ. അപ്പോൾ പക്ഷേ ഞാൻ എങ്ങനെയെങ്കിലും ഒരു ബുക്ക് ഷെൽഫ് ഉണ്ടാക്കിയിട്ടാണ് നിങ്ങളെ കാണാം. അതർ ഡേ. ഓക്കെ ഗൈസ്, മൗണ്ടന് ക്ലൈംബ് ചെയ്ത് പോയതാണ്. എന്നിട്ട് ഞാൻ 3 ബുക്ക് ഉണ്ടാക്കി. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എൻ്റെ ലെതർ എന്തേ ലേയറിനുണ്ടായിരുന്നു? ഞാൻ അവിടെ കുറച്ച് കൗസിനെ കണ്ടപ്പോൾ അതിനെ കൊന്നു. അപ്പം എനിക്ക് അതൊന്നും കുറച്ച് ലെതർ കിട്ടി. പിന്നെ ഞാൻ ഓർത്ത് എൻ്റെ അടുത്ത് ലെതർ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതൊക്കെ റീകളക്ട് ചെയ്തതാണ്. അപ്പം ഞാൻ ഈ അറ്റത്ത് ചെയ്യടാ. ഷുഗർ കെൻ ബ്രോ, ഹാവ് യു ഗ്രോൺ? നോ ബ്രോ. ബ്രോ പ്ലീസ് ഗ്രോ ഫസ്റ്റ് ബ്രോ. Guys, it's a so bad moment. Oh, ഒരു ആവണില്ല. അപ്പോൾ 2 രൂപ. ഓക്കെ ഗൈസ്, ഞാൻ ബുക്ക് ഷെൽഫ് ഉണ്ടാക്കി. ഇനി എനിക്ക് വേണ്ട സ്ലാബ് ഉണ്ടാക്കണമെങ്കിലും അയ്യോ ശീശലും പിടിച്ചിട്ടുണ്ടാകും. കുറച്ച് കഴിഞ്ഞാൽ ബുക്ക് ഉണ്ടാക്കാൻ എന്താ മിസ്സിങ്? ബുക്ക് ഷെൽഫാണ് കേസ് നമുക്ക് വേണ്ട. വാട്ട് ഈസ് ദിസ്? ഓ, വുഡ് മിസ്സിങ്. ഇത്ര ഉണ്ട്. ഇത്ര വുഡ്. ഓക്കെ. ഓ, സ്ലാബ് ഉണ്ടാക്കാൻ എനിക്ക് 3 എണ്ണം മതി. അപ്പോൾ 1 വെച്ച് 3 എണ്ണം ഉണ്ടാവും എൻ്റെ. അപ്പം എനിക്ക് വേണ്ടി ഒരു ആയിരിക്കില്ല 12 എണ്ണമൊക്കെ മതിയാകും. Slab, okay, 6. Okay, that's more than enough. ഇനിയിപ്പോൾ എനിക്ക് സിൽക്ക് ടച്ചിൻ്റെ ആളെ കണ്ടുപിടിക്കണം. എനിക്ക് പൊട്ടിച്ച് വന്നിച്ച് ഇത് വെച്ച് ഉണ്ടാക്കിയാൽ പോരായിരുന്നു. ഇതുണ്ടാക്കുന്ന എന്താ ആവശ്യമായിരുന്നു? കേട്ടോ, ലൈബ്രറിയും കിട്ടിയില്ല നമുക്ക്. ഇനി ഇവിടെ ലൈബ്രറിയൻ ഉണ്ടായിരുന്നു എന്ന് പറയരുത്. അത് പറഞ്ഞാൽ നോം കരയും. ഇവിടെ ലൈബ്രറിയൻ ഇല്ലെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഇത് പൊത്തിക്ക്. എന്നിട്ട് അവരെ ദോബ് പോക്കിയിരിക്കുന്നു. അവനവരെ ദോബില്ലാത്തവൻ ഈ ദോബത്ത് ആടാ. എനിക്ക് നോ ബ്രോ, നോട്ട് അലൗഡ്. ഇങ്ങോട്ടോ. അയ്യോ പൈസ, അവൻ ജോബ് ഇട്ട് പോകുന്നു.
അവൻ ജോബ് വിട്ടു പോന്നു. അയ്യോ അവൻ ജോബ് വിട്ടു പോയി. ട്രേഡ് ബ്രോ ഐ വാണ്ട് ട്രേഡ് പ്രൊട്ടക്ഷൻ ഫോർ വാട്ട് ഡു ഹാക്ക്. ഞാൻ അവിടെ നിൽക്കട്ടെ, നീ അവിടെ നിൽക്ക്. ഐ വിൽ ട്രേഡ് വിത്ത് യു മൈ ബ്രദർ. വൺ ഡേ ഐ വിൽ ട്രേഡ് വിത്ത് യു. പ്രൊട്ടക്ഷൻ ഫോർ എനിക്ക് നല്ല യൂസ് ചെയ്യും. ഡയമണ്ട് ആർമറിൽ ഇടാലോ. 2 ലക്കി പെർസെന്റ്. വരാറിയു നിനക്ക് എന്തൊക്കെ വേണോ ഇതിന്? ബ്രോ ആയി കേട്ടോ. 55 ശരാ. അപ്പം നമ്മൾ ഇവനെ ഡയമണ്ട് ആക്കുന്നത്. ഇപ്പൊ കുറേ സ്റ്റിക്ക് വേണം. നമ്മളുടെ ഇപ്പൊ തന്നെ 4 ഉണ്ടല്ലേ. ബ്രോ ഫ്ലെറ്റർ 32 ഉണ്ടല്ലോ, 36 ഓ ഇവനെന്തായാലും ഞാൻ ലോക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് 36 ഫിനിറ്റിന് വേണ്ടി ഇത് അങ്ങനെയൊക്കെ ആക്കാം. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് കുറച്ച് ആംബ്രലൊക്കെ കളക്ട് ചെയ്തിട്ട്, എൻ്റെ അടുത്തുണ്ട് കുറച്ച് ആംബ്രൽ, അത് ഞാൻ കളക്ട് ചെയ്യാം. പ്രോഫൈൻ്റെ 4 ബുക്കാണ്. അപ്പം ഞാൻ ഇവനോട് ഫുൾ ട്രേഡ് ചെയ്തിട്ട് നിങ്ങളെ കാണാം. ഇന്ന് ഞാൻ ഒരു പരിവാവും. നോക്കട്ടെ എൻ്റെ അടുത്ത് എത്ര ഉണ്ട്. 55 × 4 ചെയ്ത് വെക്കേണ്ടി വരുന്നു. കുറച്ച് 4 വേണ്ടേ. 4 അപ്പം ഞാൻ ഫുള്ള് കളക്ട് ചെയ്തിട്ട് നിങ്ങളതിനെ കാണാം. 21 നോക്കാം. Within 2 minutes I will see you guys. എന്തായാലും എൻ്റെ ആക്സൊക്കെ അങ്ങനെ യൂസ് ആയല്ലോ, കുറെ ഉണ്ടാക്കിയത്. സുയി ഞാനകത്ത് ഒരു ഇതൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ അപ്പം ഞാൻ ഇതൊക്കെ കളക്ട് ചെയ്തിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളെ കാണാം. എൻ്റെ നീണ്ട നേരത്തെ കഷ്ടപ്പാടിൻ്റെ ഒടുവിൽ ഞാൻ ശരിയാക്കിയിരിക്കുന്നു 4 പോർട്ട്ഫോളിയോ. അല്ല ഇതിപ്പോ കളക്ട് ചെയ്തിട്ട് എനിക്കിപ്പോ എന്ത് യൂസ് ഉണ്ടായേ? ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയത്. ഓക്കെ ഇനി ഇത് പോയിട്ട് ഇടണമെങ്കിൽ ഞാൻ അടുത്ത എപ്പിസോഡ് കാത്തിക്കൊണ്ടുപോകും. ഐ തിങ്ക് എനിക്ക് വേറൊരു പ്ലാൻ ഉണ്ട്. വർക്കായ ഈ ബാക്കി സേവിങ്സ് ഒക്കെ ഞാൻ കൊണ്ട് ഇതിലൂടെ ഇട്ടെ. ഉണ്ടാവില്ല ഇതിലൂടെ പോയാ. ഓക്കെ ഐ ആം ഫുൾ ഓൺ റെഡി. ഞാനൊരു ചെറിയ ടെസ്റ്റിംഗ് പോകണം. അതിൻ്റെ മുന്നേ ഞാൻ ഒന്ന് ഉറങ്ങിയിട്ടുണ്ട്. റെസ്പോണ്ട് பண்ணி കറക്റ്റ് സെറ്റ് ബമ്പച്ചപ്പ ബെഡ് തുള്ളി കളിക്കാം. അയ്യോ ഞാൻ ഉറങ്ങിപ്പോയി. രാവിലെ എൻ്റെ പണി നിൽക്കണം പോട്ടെ. ഓടിക്കോ. My last day because I am gonna enchant this armor. Yep. ഈ ആർമറിന് വെറുതെ ഇരിക്കാനുള്ള ലാസ്റ്റ് ഡേ. ഞാൻ വിചാരിച്ച ഗൈസ് ഈ ആർമറിനെ ഞാൻ എൻജോയ് ചെയ്യില്ല. അപ്പോൾ ഇത് ഒരു യൂസ്ലെസ് ആർമറായി കിടക്കുന്നതിൻ്റെ ലാസ്റ്റ് ഡേ ആണ്, ലാസ്റ്റ് ടൈമാണ് ഇന്ന്. ഇതെന്താ നമ്മൾ ഇത് എൻജോയ് ചെയ്യില്ല. റിപ്പയർ ആൻഡ് ഡിസെൻചാൻറ്റേ പറ്റും പൊട്ട സാധനം കൊണ്ട്. ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്.
കാണാൻ പടത്തിൽ താണ്ടി കയറാൻ ബൈ. ഞാൻ പച്ചാകും. അയ്യോ ഷുഗർക്കേന് പൊത്തിത്ത് എന്റെ തുകൾക്കൊന്ന് പൊത്തി നമുക്ക് കാണാൻ പടത്തില്ല. ഞാൻ അടുത്ത വീഡിയോ ആകുമ്പോഴത്തേക്ക് ട്രൈ ചെയ്യാം. ഞാൻ ഓഫ്ലൈൻ ഗ്രൈൻഡിങ്ങിൽ തന്നെ. പിന്നെ ഞാൻ ഓഫ്ലൈൻ ഇതിൽ തന്നെ ഞാൻ കുറേ ഒക്കെ നമ്മളെ മറ്റേ സംഭവം ഉണ്ടാക്കും. D60 100 അങ്ങനെ കുറേ പോവും. XP ഫാം ഉണ്ടാക്കാനോ അങ്ങനെയൊക്കെ കുറേ ഇതൊക്കെ ശ്രമിക്കാം. ഞാൻ കൺഫേമായി പറയുന്നില്ല, എൻ്റെ അടുത്ത് നല്ല നടക്കും. ഈ വീഡിയോ നമ്മൾ കുറച്ച് ചെറിയൊരു ഗ്രൈൻഡിങ്, അതൊക്കെ ഗ്രൈൻഡിങ് കൂടി ചെയ്തിട്ടില്ല, നമ്മൾ ചെറിയ ഫുള്ള് ടൈം പാസ് കളിക്കുന്നു. ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് ബൈൻഡപ്പ് ചെയ്യാണ്. I hope to guys. I hope you guys like this video. If you like this video, leave a like. ചാനലിൽ പുതിയതാണെങ്കിൽ don't forget to subscribe. 100 അടിക്കണം guys, നമ്മൾ 100 subscribers അടിക്കണം. So and lots of thank you for 58 subscribers. കാണാൻ അടുത്ത വീഡിയോയിൽ. Till then, take care and